അവരുടെ അഭിമാനം വലിയ തോതിൽ അഭിമാനമില്ലാതെ തന്നെ വളരെ ദുർഘടമായ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന സാങ്കേതിക വിദ്യയുണ്ട്. ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇത്ര ഇല്ലായിരുന്നു പണ്ട് ഈ ആശയങ്ങൾ ആദ്യമായി പറയുന്നത്. ഇത്തരം വേദികൾ നടക്കുന്നത് തിരുവിതാംകൂറിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനമായ ഈ സ്ഥലത്ത് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം നല്ലതുപോലെ തൊട്ട് താഴെ കൂടിയാണ് പഴയ തുരങ്കപ്പാത കനാൽ പോകുന്നത് എന്ന് എടുത്തു പറയുന്നതാണ്. അന്നത്തെ കാലത്ത് ഒരു കാലം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വടക്കൻ വരെ പോകാവുന്ന കോവളത്തുനിന്ന് തീരദേശ കനാൽ വഴി പോകാവുന്ന കനാല് ഈ തിരുവരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരം വളരെ താഴ്ചയിൽ കൂടിയുള്ള തുരങ്കപ്പാത ഉണ്ടായൊരു സ്ഥലമാണിത്. റെയിൽവേയും തുരങ്കപ്പാതയും ഒക്കെയുള്ള ആ സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് ശിവരത്തിന്റെ ഈ തീർത്ഥാടന കാലത്ത് സാങ്കേതിക വിദ്യയെ സംസാരിക്കുന്നത്. അന്ന് വന്ന അത്തരം സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മോട്ടോർ വാഹനങ്ങൾ ഏറെ ഇല്ലാത്ത കാലത്ത് ചെറിയ ചക്രങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആ പ്രാഥമിക കാലത്ത് തന്നെ സാങ്കേതിക വിദ്യയെ പറ്റി പറയാൻ കാരണമെന്താണ് ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമേ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഏത് വിദ്യയാണോ ഏറ്റവും പുതിയ പുതിയ സാങ്കേതിക വിദ്യയാണോ ആ വിദ്യ നിങ്ങൾ ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം. ഉണ്ടാവുന്ന വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് സാങ്കേതിക വിദ്യ പഴയതുപോലെ കോടാനുകോടി രൂപ എവിടെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ സ്വത്തിൽ മാത്രം കൊടുക്കുന്നത് ഇപ്പോൾ നോളജ് എക്കോണമിയാണ്. അറിവാണ് ഇന്ന് പണം. അങ്ങനെ പണം ഉണ്ടാവുന്നത് സ്വത്തുണ്ടാവുന്നത് ഏതെങ്കിലും കുറച്ച് ആൾക്ക് മാത്രം പോരാ, സമൂഹത്തിന് കിട്ടണം. അതാണ് ഇന്ന് സാങ്കേതിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം. നമുക്കിപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയാൻ കഴിയാനില്ല. ആ മേഖലയിൽ എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇതെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രഗത്ഭമായ സ്ഥാപനങ്ങളുടെ മേധാവികളാണ് ഇവിടെ വരുന്നത്, പങ്കെടുക്കുന്നത്. അവർ അനുഭവങ്ങളോടൊന്നും പറയുന്നു. പക്ഷെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും ഏറ്റവും നല്ല ഗ്രഫീൻ പോലെയുള്ള ലോഹങ്ങൾ, അതിന് നമ്മുടെ കേരളത്തിലെ LDF സർക്കാർ മുൻകൈയെടുത്ത് അതിനുള്ള റിസർച്ച് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് തുടങ്ങി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മേഖലകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മാതൃകയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക്, അതായത് IT മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ടെക്നോ പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്. അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ CK നായനാരും ശ്രീമതി KR ഗൗരിയമ്മ വ്യവസായ മന്ത്രി കൂടി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ട IT രംഗത്തെ കമ്പ്യൂട്ടർ രംഗത്തെ ഒരു വലിയ പാർക്ക് എടുത്ത് ഇതുപോലുള്ള ഒരു കേരളത്തിൽ തുടങ്ങുമല്ലോ എന്നാലോചിച്ച് ഒന്ന് തുടങ്ങിയതാണ് കേരള യൂണിവേഴ്സിറ്റി. പിന്നെ അത് തിരുവനന്തപുരത്തെ സ്വദേശത്താണ് ജോലി കൊടുക്കുന്നത് വലിയ പാർക്കായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൊച്ചിയിൽ കോഴിക്കോട് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും പുതിയ അത്തരം സ്ഥാപനങ്ങൾ വരുന്നു. അതിനൊപ്പം ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിലുള്ള ബയോ ഇൻഫർമേഷൻസിലെ അധ്യാപകനാണ് അദ്ദേഹം അടക്കമുള്ളതാണ് സംസാരിച്ചത്. പുതിയ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ഗുരുദേവന്റെ ആ തലപ്പൊക്കമുള്ള വലിയ പ്രകൃതിയുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രാദേശികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഗവൺമെന്റിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രായോഗികമായ കാര്യമാണ്. വിദ്യ കൊണ്ട് മനസ്സിലാവുകയും സംഘടന കൊണ്ട് മനസ്സിലാവുകയും ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് ഞാനത് ഉപയോഗിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് തമിഴ്നാട്
മോനെ എന്തുവാടാ